ഹലോ. ഞാൻ ചാഞ്ചല സംസാരിക്കുന്നേ. സാറിന് സുഖമാണോ സാർ? സാർ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. എവിടുന്നാ പറഞ്ഞേ? എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അല്പസമയത്തിനകം വീട്ടിലെത്തും. ബംഗ്ലാവ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടേക്ക് കേട്ടോ. അയ്യോ, ഇയാളിപ്പോ ഇത് എവിടുന്നാ വന്നേ? ബംഗ്ലാവിലാണെങ്കിൽ ഗസ്റ്റ് ഉണ്ടല്ലോ. ലച്ചാബായ്, നീ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. അതെ മിസ്റ്റർ ലച്ച, അല്ല നിങ്ങൾ എന്തെങ്കിലും നനഞ്ഞിരിക്കുന്നു? തീർച്ചയായും, കാരണം ഞാൻ ചെയ്യുന്ന ജോലികൾ വളരെ നന്നായിരിക്കും. എന്ത് ജോലിയാണ് ചെയ്തത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു നല്ല ബംഗ്ലാവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, ഈ രണ്ട് ബംഗ്ലാവിനെ കൂടി ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് എങ്ങനെ താമസിക്കാനാ? അല്ല, നിങ്ങൾ ഇവിടെയല്ല, അവിടെയാണ് താമസിക്കേണ്ടത്. അടിപൊളി വ്യൂ ആണ്. ഒരു ഭാഗത്ത് പാടമാണ്, മറുഭാഗത്ത് കാടും പറന്ന് നടക്കുന്ന പരുന്തുകളും ഉണ്ട്. എങ്ങനെയുണ്ട്? വേണ്ട വേണ്ട വേണ്ട, പരുന്തുകൾ എനിക്ക് പണ്ട് അലർജിയാ. സംശയമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് 2 days 2 nights എക്സ്ട്രാ ഫ്രീ സ്റ്റേ നൽകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരുന്തിന്റെ ശല്യം വീണ്ടും കൂടല്ലേ ഉള്ളൂ. അതിന് പരുന്തുകൾ ബംഗ്ലാവിലോട്ട് അധികം വരില്ല. പക്ഷെ ഞങ്ങൾ 2 ദിവസം എക്സ്ട്രാ നിൽക്കുന്നില്ലല്ലോ. പക്ഷെ എനിക്കിപ്പോ എക്സ്ട്രാ ജ്യൂസ് വേണം. ഞാൻ പോയി എടുത്തോണ്ട് വരാം. അങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ ആ റൂമിൽ ആരോ ലൈറ്റ് ഇട്ടതുപോലെ തോന്നുന്നു. ആ ലൈറ്റ് എങ്ങനെയാണ് തകർത്താൻ ഓണായത്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ അടുത്ത ബംഗ്ലാവിൽ കൊണ്ടുപോകുന്നത്. കാരണം ഇവിടെ പ്രേതമുണ്ട്. പ്രേതോ മണ്ണാങ്കട്ടയൊന്നും ഇല്ല. ചിലപ്പോ വല്ല കള്ളന്മാരുമാകും. ഞാൻ നോക്കിട്ട് ഉടനെ വരാം. ചിലപ്പോ അത് വല്ല കള്ളന്മാരും ആയിരിക്കാം. പക്ഷെ നിങ്ങൾ എന്തിനാ വെറുതെ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നത്? എന്റെ പേര് ലച്ചാബായ്, ഞാൻ ജോലി ചെയ്യും. നന്നായി, വേഗം ഓടിക്കോ ഇവിടുന്ന്. ഞങ്ങളങ്ങനെ കള്ളന്മാരെ പേടിച്ച് ഓടില്ല. അവന്മാരെ ഞങ്ങൾ അടിച്ചിട്ട് പിടിച്ചു കിട്ടും. വാ കൂട്ടുകാരെ. കൊച്ചളിയാ, ദാ നിക്കുന്നു കള്ളന്മാര്. കള്ളൻ പിടിക്കവനെ. അയ്യോ, കൊച്ചളിയാ, ഞാൻ അടിക്കുന്ന ഷോട്ട് നീ കണ്ടോ? ദാ പിടിച്ചോ. ദാ പോപ്പട്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഞാൻ രക്ഷിക്കാം. ഈ ഹണി രക്ഷിക്കുകയാണോ അതോ വീണ്ടും മുക്കുകയാണോ? ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ താഴത്തെ വാൽവ് തുറന്നു വിട്ടിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ പൂള് മൊത്തം കാലിയാവും. പോപ്പട്ട് ഇനി മുങ്ങി പോവില്ല. കൊച്ചളിയാ, സാധാരണ പോപ്പട്ട് മുളക് കഴിച്ച തീയല്ലേ തുപ്പാറ്? ഇതെന്താ ഇപ്പൊ ചേഞ്ചിന് വെള്ളം തുപ്പി കളിക്കുന്നത്? അടിപൊളി കണി, അടിപൊളി. ബോൾ വരുന്നത് സൂക്ഷിച്ചേ. സാരമില്ല, ഹണി ഡാൻസ് കളിച്ച് എന്നെ തടഞ്ഞോളും.
യേ 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 എടാ കഴുതേ എതിർ ടീമിനാണ് ഗോൾ കിട്ടിയത്. അതിനെന്താ നീ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇതെന്റെ ഡാൻസ് ചെയ്യാനുള്ള സമയമാണ്. ദാ വേണമെങ്കിൽ എന്നെ വാച്ച് നോക്ക്. അല്ലെങ്കിൽ ഇത് എതിർ ടീമിനും ഡാൻസ് കളിക്കാൻ പറ്റിയ സമയോ, കാരണം അവര് ജയിച്ചല്ലോ. സംശയമുണ്ടോ? ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടു. നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചില്ലെങ്കിൽ എന്റെ പേര് മജീഷ്യൻ ആക്കാന്നല്ല. നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിച്ചു തരാതെ എനിക്കിനി ഉറക്കമേ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഹണിയെ പഞ്ചിലാക്കാൻ പറ്റുമോ? അതെ, എന്നെ നന്നായിട്ട് പഞ്ചലാക്ക്. എന്നിട്ടാണ് എനിക്ക് കുട്ടികളൊക്കെ പഞ്ചിനിടിക്കാൻ. പഞ്ച്വൽ. കഴുതേ, പഞ്ചുവൽ എന്ന കൃത്യനിഷ്ഠത എന്ന എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തിരിക്കണം. മജീഷ്യൻ ആക്ക, നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് പഞ്ച് ചെയ്യാനുള്ള പവർ താ. ഇവൻ പറയുന്നൊന്നും കേൾക്കണ്ട. ഇവനൊരു കഴുതയാ. ഓ അത് ശരി. പക്ഷെ കണ്ടിട്ട് ഒരു പൂച്ച പോലെയുണ്ട്. കാണാൻ പൂച്ചയാണെങ്കിലും തലക്കകത്ത് മുഴുവൻ കഴുതേ പോലെയാ. താങ്കൾ മാജിക് ചെയ്യൂ, പക്ഷെ താങ്കളെ കൊണ്ട് ഇവനെ നന്നാക്കിയെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായും. ദാ ഇതാണ് എന്റെ മാജിക്കൽ വാച്ച്. ഞാൻ ഹണിയെ ഈ വാച്ചുമായി കണക്ട് ചെയ്യാം. പിന്നെ ഇവൻ എഴുന്നേക്കും, കുളിക്കും, കഴിക്കും, കുടിക്കും, ചാടും, ഓടും, ഡാൻസ് ചെയ്യും, പാടും. എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ഈ വാച്ച് ഇവരെ കൊണ്ട് ചെയ്യിക്കും. ചൈച്ച 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 പാച്ചേ. ഞാൻ പറയുന്നതല്ല വാച്ച് നീ ചെയ്. ചൈച്ച ചൈച്ചപ്പ പാച്ചേ. ഈ വാച്ചിലൂടെ ഹണിയുടെ ബുദ്ധി വേഗം വർക്ക് ചെയ്. അയ്യോ ഇതെന്താ? ഇവനെ വല്ല വെളിച്ചപ്പാടിന്റെ പ്രേതവും പിടിച്ചോ? ഇവൻ എന്താ പറ്റിയേ? വാച്ചിന്റെ സമയം അനുസരിച്ച് ഇവന് കഴിക്കാൻ നേരമായി. ഇവൻ അകത്തേക്ക് കൊണ്ടുപോയി വേഗം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. അത് കൊള്ളാലോ. താങ്ക് യു മജീഷ്യൻ ആക്ക. താങ്ക് യു. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ബെഡിന്റെ മുകളിൽ നിന്ന് താഴെ വീണ ശേഷം സോദാറിന് ഒന്നും ഓർമ്മയില്ലെന്നാണോ? ഉം. ഓ. ഉം, 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 ഉം. ഉം, ഉം, ഉം. എന്തു പറ്റി ഡോക്ടർ ബാലു? ഇവിടെ ഒരു ക്ലിനിക്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു. കാല് അറിയാതെ എവിടെയൊക്കെ തട്ടുന്നു. ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എനിക്ക് പിടികിട്ടിയിരിക്കുന്നു. അതിനെന്താ പ്രശ്നം? ടോർച്ചിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും. തെളിയുന്നില്ല. എന്റെ ഡോക്ടറെ സോർദാറിനൊന്നും ഓർമ്മ വരുന്നില്ല. അതിനെന്ത് ചെയ്യും? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അല്ല, നിങ്ങൾ വെള്ളത്തിന് പുറത്ത് എന്താണ് ചെയ്യുന്നത്? നീർനായി ചേട്ടാ. ഡോക്ടർ ബാലു കണ്ടില്ലേ? അവനെല്ലാം മറന്നുപോയിരിക്കുക. രാവിലെ ഫ്രീസറിൽ കൊണ്ടുവന്ന് ബ്രെഡ് വെച്ചിട്ട് ചോദിക്കുക, റൊട്ടി നല്ല ചൂടുണ്ടോന്ന്. സാർ, എനിക്ക് ഈ മരുന്നിന്റെ കുപ്പി തുറക്കാൻ കഴിയുന്നില്ല. ഇങ്ങിതാ ഞാൻ തുറന്നു തരാം. ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നഖം കൊണ്ട് ഇങ്ങനെ ആക്കി ഇവിടെ ഒരു കീറ് കൊടുത്താൽ മതി. അപ്പൊ തുറക്കും. കണ്ടില്ലേ? തുറന്നു. താങ്ക് യു ചേട്ടാ. എന്താ ഇതൊക്കെ? നമ്മൾ തമ്മിൽ എന്താണ് താങ്ക് യു, എന്താണ് സോറി ഉള്ളത്? ഹലോ സർദാർ. അതെ ചേട്ടാ, ദാ ഇവര് നിങ്ങളെ വിളിക്കുന്നു തോന്നുന്നു. എടാ മണ്ണ, ഞങ്ങൾ നിന്നെ തന്നെ വിളിച്ചത്. നീയാണ് സോർദാറ്. ഞങ്ങൾ നിന്റെ കൂട്ടുകാരാ. ജർമ്മൻ ഷെപ്പേർഡ് ബണ്ണി, പിന്നെ ബുൾഡോഗ് ഹണി. എന്നാലേ ഈ ഡോഗ് എന്താ ഇത്ര ചെറുതായിരിക്കുന്നത്? കാരണം ഇവന് കുട്ടിക്കാലത്ത് ആരും എനർജി ഡ്രിങ്ക്സ് കൊടുത്തില്ല, അതാ. അത് ശരി. പക്ഷെ എന്റെ കൂടെ നേരത്തെ 3 പേരുണ്ടായിരുന്നല്ലോ. അവരിവിടെ പോയിരിക്കുകയാണ്. അവർക്ക് മറ്റെന്തോ ജോലിയുണ്ട്, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ നോക്കാം. സോർദാറെ, നമ്മളെല്ലാരും ഈ സോഫയിലിരുന്ന് മാച്ച് കാണാറുണ്ടായിരുന്നു. വല്ല ഓർമ്മ വന്നോ ഞങ്ങൾ ആരൊക്കെയാണെന്ന്? ഇപ്പൊ മനസ്സിലായോ? ഹണി, എനിക്ക് കഴിക്കാൻ കൊതി തോന്നുന്നുണ്ട്. എനിക്ക് അല്പം തേന് തരാമോ പ്ലീസ്? മാർക്ക് കുറഞ്ഞാൽ പാരന്റ്സിന് ഇല്ലാതാകും മൂഡ്. എന്തിനാ വെറുതെ ഹണി കഴിക്കുന്നത്? ദാ കൊണ്ടുവന്നിട്ടുണ്ട് ഡോഗി ഫുഡ്. പക്ഷെ ഹണി ബണി പോപ്പറ്റെ ഒന്നും കാണുന്നേ ഇല്ലല്ലോ. അവര് പുറത്തു പോയിരിക്കുക. ഞങ്ങളൊക്കെ സോർദാറിന്റെ നായ്ക്കൂട്ടുകാരാ. സോർദാറെ, നിനക്ക് ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും അറിയാലോ. ശോഭ ആന്റിയാണിത്. ഡോഗി ഫുഡ് ഇങ്ങോട്ട് തന്നേക്കൂ. ഞാൻ ഇവരോടൊപ്പം ഇരുന്ന് അത് കഴിച്ചോളാം. എന്റെ പിള്ളേരെ, ഇന്നലെ വീടിന്റെ അടുത്ത് ഒടിഞ്ഞു ഒരു മരച്ചില്ല. എന്റെ പേര് മറന്നു പോയേക്കല്ലേ. ബാക്കിയൊന്നും കുഴപ്പമില്ല. അടി കൈ. ആ ഹണി ഇതെവിടെ പോയിരിക്കുക? സിനിമ താ തുടങ്ങാൻ പോവുക.
ഞാൻ ആദ്യം പറഞ്ഞതാണ് അവനെ പോപ്കോൺ വാങ്ങിക്കാൻ വിടണ്ടെന്ന്. അവന് തോന്നിയ സമയത്ത് വരട്ടെ. വാ, നമുക്ക് അകത്ത് പോയി സിനിമ കാണാം. സംശയമുണ്ടോ? നമ്മൾ എങ്ങനെ അകത്ത് പോകും? ടിക്കറ്റും ഹണിയുടെ കയ്യിലാണല്ലോ. എന്താ എന്റെ ബണി, നിനക്കറിയില്ല ഹണി എല്ലാ കാര്യങ്ങളും ലേറ്റായിട്ടാ ചേരുള്ളൂ. അവന്റെ കൈ ടിക്കറ്റ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ മൂവിയുടെ പോസ്റ്ററും കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. എന്റെ അമ്മച്ചി, എന്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? സോറി കുറച്ച് ലേറ്റ് ആയി പോയി. വരാൻ പോകുന്ന മൂവീസിന്റെ പോസ്റ്റർ നോക്കുമായിരുന്നു ഞാൻ. വേഗം വാ. എന്തോന്ന്, എവിടെ പോകാന്ന്? 10 മിനിറ്റ് സീൻ പോയി കിട്ടി. ഇനി അകത്ത് ചെന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിക്കണം കഥ എന്താണെന്ന്. സംശയമുണ്ടോ? മുത്തശ്ശി, മുത്തശ്ശി, കണ്ണടയില്ലല്ലോ. കണ്ണ് തുറന്നാലും ഒന്നും കാണാൻ പറ്റില്ല. ബോധത്തിനോട് വരാൻ പറ. ഉടൻ തന്നെ ഡോക്ടറെ കാണിച്ചേ മതിയാകൂ. എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടി മുത്തശ്ശിയെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവാം. എടാ, മുത്തശ്ശിയുടെ സൈസ് നീ കണ്ടില്ലേ? മുത്തശ്ശിയെ നമ്മൾ എങ്ങനെ എടുത്തോണ്ട് പോവുക? നമുക്കൊരു കാര്യം ചെയ്യാം, ഡോക്ടർ ബാലുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. സംശയമുണ്ടോ? അതിന് ഡോക്ടർ ബാലു എന്ത് സഹായിക്കാനാ? അങ്ങനെ നമ്മൾ എങ്ങനെ എടുത്തോണ്ട് വരുന്നേ? എടാ കഴുതേ, അങ്ങനെ പൊക്കി എടുക്കണ്ട. നടന്നു തന്നെ വന്നോളും. തമാശ അടിക്കല്ലേ. നമുക്ക് പോയി കൂട്ടിക്കൊണ്ട് വരാം. തോത്താറാം, നിന്റെ വണ്ടി പെട്ടെന്ന് റിപ്പയർ കൊടുക്ക്. അതിനകത്ത് സൗണ്ട് വരുന്നുണ്ട്. എന്റെ ഭായ്, ഇത് വണ്ടിയുടെ അല്ല, ഹണി കൂർക്കം കഴിക്കുന്ന സൗണ്ടാണ്. ഹണി ഉറങ്ങിയോ? ഹണി ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ അവൻ ഉറങ്ങേണ്ട സമയം തന്നെയാ. വണ്ടിയിലിരുന്ന് ഇവന്റെ ഉറക്കം കാരണം നമ്മളെല്ലാവരും ഇപ്പൊ എന്നേക്കുമായിട്ട് ഉറങ്ങി പോയേനെ. സംശയമുണ്ടോ? മുത്തശ്ശിയുടെ കണ്ണട എവിടെ പോയി? അതാ ശർമാജിയുടെ മോളുടെ വണ്ടിയിലായി പോയില്ലേ. മുത്തശ്ശിയുടെ കണ്ണട ശർമാജിയുടെ മോളുടെ കാറിനകത്ത് എന്തിനാ കൊണ്ടുവച്ചത്? അവളല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. അതുകൊണ്ട് ഞാൻ കാറിൽ ഊരി വെച്ചു. മുത്തശ്ശി, അത് ശർമാജിയുടെ അല്ല, മുത്തശ്ശിയുടെ മോള് തന്നെയാ. അത് ശരി, എനിക്കും സംശയം ഉണ്ടായിരുന്നു. ശർമാജിയുടെ മോളെന്താ എന്നെ ആന്റി എന്ന് വിളിക്കുന്നതിന് പകരം അമ്മയെന്ന് വിളിച്ചതെന്ന്. കൊച്ചലിയ, മുത്തശ്ശി ഇങ്ങനെ വൈകുന്നേരം വരെ കണ്ണടയില്ലാണ്ടിരുന്നു കഴിഞ്ഞാലേ അധികം വൈകാതെ നമ്മൾ ആരാണെന്ന് പോലും ചോദിച്ചെന്ന് വരും. അയ്യോ, ഒന്നും പറ്റില്ല ഹണി. മേഡത്തിന് കോൾ ചെയ്ത് നമുക്ക് ആ കണ്ണട എടുക്കാം. എന്നാ വാ, നമുക്ക് അകത്തേക്ക് പോകാം. മുത്തശ്ശി, അത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ്. അയ്യോ, അതെനിക്ക് അറിയാം മോനെ. ഞാൻ വാതിൽ അടയ്ക്കാൻ വേണ്ടി പോകുമായിരുന്നു. അത് ഞാൻ അടച്ചോളാം മുത്തശ്ശി. ഞാനിപ്പോ തൽക്കാലം ഒരു പ്ലംബറെ വിളിക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, ബാത്റൂമിലെ ടാപ്പ് ഇളകിയിരിക്കുക. ഇങ്ങനെ പോയി വിളിച്ചോണ്ട് വരാനും കൊണ്ടുവിടാനും പ്ലംബർ എന്താ നിന്റെ ബോസോ മറ്റോ ആണോ? ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ വരില്ലേ? ഞാൻ അയാളെ 10 പ്രാവശ്യം വിളിച്ചതാ, പക്ഷെ ഇതുവരെ വന്നില്ല. ഇനി ഞാൻ നേരിട്ട് പോയി വിളിച്ചോണ്ട് വരാം. അയ്യോ, കൊച്ചലിയ, എന്നെ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോവല്ലേ? അമ്മേ, ആ വെള്ളം അവിടെ ലീക്ക് ആവുന്നുണ്ടെന്നാ. നിന്നോട് ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂറായി. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. വാടാ ബാത്റൂമിലേക്ക്. ദാ കണ്ടില്ലേ, വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പോകുന്നില്ലല്ലോ. ദാ സൗണ്ട് വരുന്നത് കേട്ടില്ലേ നീ? ഏത് അതാണോ? അത് അമ്മ പറയും പോലെ വെള്ളം വീഴുന്ന ശബ്ദം അല്ലല്ലോ. അതെന്താടാ, നിന്റെ ചെവിക്ക് വല്ല പ്രശ്നമുണ്ടോ? വേഗം അത് ശരിയാക്കാൻ നോക്ക്. ഞാനോ? പിന്നല്ലാതെ, ഇത് ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇനി ഡിസ്ട്രിക്ട് കളക്ടറെ വിളിച്ചു വരുത്തണം. പക്ഷേ, മര്യാദയ്ക്ക് അത് എത്രയും പിന്നെ, പെട്ടെന്ന് ആ പൈപ്പ് ശരിയാക്കിക്കോണം. പറഞ്ഞേക്കാം. ഒരു ജോലിയും ചെയ്യില്ല. എന്നിട്ട് കൂലിയാണെങ്കിൽ കറക്റ്റ് മേടിക്കും. ബംഗ്ലാവിന്റെ മുതലാളിയാണ്. കള്ളന്മാർ നിങ്ങളാണ്. ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല. ഞങ്ങൾ ഈ ബംഗ്ലാവ് റെന്റിന് എടുത്തിരിക്കുകയാണ്. കള്ളൻ നിങ്ങളാണ്. ഞാൻ മുതലാളിയാണ്. ദാ ലച്ചയോട് ചോദിക്ക. ഞങ്ങൾ ഗസ്റ്റ് ആണ്. ലച്ചോട് ചോദിക്കേ. എന്റെ പേരാണ് ലച്ചാബായി. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ചെയ്ത ജോലിയെല്ലാം പാഴായി. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. മര്യാദയ്ക്ക് സത്യം പറ. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇദ്ദേഹമാണ് മുതലാളി. ഇവർ ഈ ബംഗ്ലാവ് റെന്റിനെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം സാറ് വന്നില്ലായിരുന്നല്ലോ. അതുകൊണ്ട് പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് ഞാൻ ഈ ബംഗ്ലാവ് ടൂറിസ്റ്റുകളോട് കള്ളം പറഞ്ഞ് റെന്റിന് കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവരുടെ ഇത് പൈസയും വാങ്ങുമായിരുന്നു. അപ്പൊ താൻ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പാവമാണ്. എന്നെ ഒന്നും ഇയാളെ ചെയ്യല്ലേ. ഞങ്ങൾ വെറുതെ വിടില്ല. ഞങ്ങളുടെ കാശ് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. ഇനിയുള്ള ബാക്കി ദിവസങ്ങൾ ഞങ്ങൾ എവിടെയാ താമസിക്കുക?
ഇവിടെ തന്നെ നിന്നോളൂ. ഇത്രയും വലിയ ബംഗ്ലാവല്ലേ, ഞാൻ നാളെ പോവുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും വളരെ നല്ലവരാണ്. മാത്രമല്ല നിങ്ങൾ പണം കൊടുത്തവരുമല്ലേ. അത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ കാരണമാണ് ഈ ഫ്രോഡ് ഇന്ന് ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ എന്റെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ തന്നെ നിന്നോളൂ. ഇപ്പൊ ഈ ലച്ച എന്താ നമ്മൾ ചെയ്യാ? ഇവനെയോ? ഇവന്റെ കാര്യം എന്റെ ബോഡി ഗാർഡ്സ് നോക്കിക്കോളും. പിടിച്ചുകൊണ്ട് പോയവനെ വേഗമാവട്ടെ. കുട്ടികളെ, അമ്മ താമസിക്കുന്ന വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വൈകുന്നേരം ആകുന്നത് വരെ അമ്മ ഇവിടെ തന്നെ കാണും. അമ്മയെ നിങ്ങൾ തന്നെ നോക്കണം. ശരി മാഡം. ഇതാ നോക്കൂ കുട്ടികളെ, എനിക്ക് വളരെ വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ വൈകുന്നേരം എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ നോക്കാം. See you. ഈ മുത്തശ്ശി ഇത് എങ്ങോട്ടേ പോകുന്നത്? മുത്തശ്ശി അയ്യോ, ആരിത്? അമ്മയോ? അനുഗ്രഹിക്കണം. സുഖമാണോ അമ്മയ്ക്ക്? അത് ശരി, നീയായിരുന്നു ഒരു 56 രൂപ കടവായിട്ട് വാങ്ങിച്ചിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ലല്ലോ. പഴയ ചിത്രങ്ങളെല്ലാം രവിവർമ്മയാണ് വരച്ചത്. ഞാൻ അമ്മയിൽ നിന്ന് 56 രൂപ എപ്പോഴാണ് വാങ്ങിച്ചത്? പറയമ്മേ, പറയ്. അത് ശരി, എന്നോട് കള്ളം പറയുന്നോ നീ? ദേ നോക്കൂ മണിലാൽ, എത്രയും പെട്ടെന്ന് എന്റെ പണം നീ തിരിച്ചു തന്നിരിക്കണം. അമ്മയുടെ കൂടെ ഞാൻ വീട് വരെ വരാം. കാശ് വാങ്ങിച്ചിട്ടില്ല, എന്നാലും ഞാൻ തരാം. മുത്തശ്ശി, ഇത് മണിലാലല്ല, കന്ന സാറാണ്. അതെ അതെ, ആ വൃത്തികെട്ട കവിത കേട്ടപ്പോഴേ തോന്നി ഇത് കന്നയായിരിക്കുമെന്ന്. ആ ശരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. വരൂ കൂട്ടുകാരെ, പൊസിഷനിൽ നിക്ക വേഗം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇനി ആ ബോൾ എടുക്കാനായിട്ട് അടുത്ത സിറ്റി പോകേണ്ടി വരും. എടാ പോപ്പട്ടെ, പോയി വേഗം ബോൾ എടുത്തോണ്ട് വാ. ഇല്ലെങ്കിൽ നമ്മൾ വേഷം മാറിയതാണെന്ന് അവന് മനസ്സിലാവും. ആരാത്? ആരാത്? ബോൾ കിട്ടി. സംശയമുണ്ടോ? ഈ ബോൾ ഞങ്ങളുടെ കയ്യിൽ വന്നതുകൊണ്ട് ഇനി മുതൽ ഇത് ഞങ്ങളുടേതാ. ആ ബോളിംഗ് താ. കൂട്ടുകാരെ, ദാ ബോൾ പിടിക്കുക. എന്റെ കർണത്തടിക്കുന്നോ? ഇനി നിന്റെയൊക്കെ കാര്യം പോക്കാ. ഇനി ഇവിടെ നിന്ന് നമ്മുടെ കാര്യം പോക്കാവും. നമ്മൾ ഇവിടുന്ന് ചെന്നിട്ട് വേണം സോർദാർ നീ ബോൾ കൊടുക്കാൻ. വേഗം ഓടിക്കോടാ. എന്റെ കയ്യിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാ പിടിച്ചോ. ഈ ആക്ഷൻസ് ഒക്കെ കണ്ടതിന് ശേഷം നിനക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? ഓർമ്മ വരുന്നുണ്ട്. സാധാരണ ഡോഗീസ് പറക്കാറില്ല. നീ എങ്ങനെയാണ് പറക്കുന്നത്? അതിനിവൻ കാലത്ത് ഒരുപാട് കഴിച്ചില്ലേ, അതുകൊണ്ട് ഗ്യാസ് കൂടിയിട്ട് പറക്കുക. ഇവൻ തത്തയെന്നല്ലോ ഇങ്ങനെ കിടന്ന് പറക്കാനായിട്ട്. ഓ, നിർത്ത്. നമ്മളെ കെട്ടിയിട്ടത് കണ്ടിട്ട് സോർദാറിന് വിഷമം വരുന്നുണ്ട്. ഐഡിയ, ആരെങ്കിലും രക്ഷിക്കണേ. കൂട്ടുകാരെ, ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലേ? ആരെങ്കിലും വന്നൊന്ന് രക്ഷിക്കണേ. 4 കൂട്ടുകാരും ഇതുപോലെ അപകടങ്ങളിൽ നിന്ന് ഒരുമിച്ച പുറത്തു വന്നത്. ജോർദാറെ, എന്തെങ്കിലും ഓർമ്മ വന്നോ? സോർദാറെ, ഞങ്ങളെ രക്ഷിക്ക്. ഇത് പോപ്പന്റെ ശബ്ദമാണല്ലോ. അവന്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് അവനെ കൊണ്ട് പാട്ട് പഠിക്കണമെന്നോ അല്ലല്ലോ. ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ. അടിപൊളി. സോർദാറിന് പോപ്പന്റെ ഹണിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റി. ഇത് നിന്റെ ശബ്ദമാണ് ബണ്ണി. എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു കഴിഞ്ഞു. അല്ല, താനിവിടെ എന്തെടുക്കുകയാണ്? ഞാനിവിടെ ചായയും ഡയറ്റിംഗ് ബിസ്ക്കറ്റും കഴിക്കുക. ആ, എന്റെ പിള്ളേര് വന്നോ? ഇതിപ്പോ വിരുന്നുകാർ ഒരുപാടായല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചായ കൊണ്ടുവരാം. 1 മിനിറ്റ്. അയ്യോ മുത്തശ്ശി, ഞാൻ ഇയാളെ 10 പ്രാവശ്യം വിളിച്ചതാ. നീ എന്താ ഇവിടെ ഇരുന്ന് ബിസ്ക്കറ്റും ചായയും കഴിക്കുകയാണോ? അത് ശരി, അപ്പൊ നീ ബണ്ണിയെ 10 പ്രാവശ്യം വിളിച്ചായിരുന്നല്ലേ? മുത്തശ്ശി, ആ? ഇത് ബണ്ണി തന്നെയാണ്. സംശയമുണ്ടോ? കൊള്ളാലോ. ബണ്ണി എന്തിനാ 10 പ്രാവശ്യം ബണ്ണിയെ തന്നെ വിളിക്കുന്നത്? പ്ലംബറിനെ വിളിച്ചാ പോരായിരുന്നോ? മുത്തശ്ശി, ഇതാണ് പ്ലംബർ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോയത് ആരാണ്? ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി പോയിരിക്കുന്നത്. എന്റെ ഭായി, അമ്മ പണി തന്നിരിക്കുന്നു. അത് ഞാൻ ചെയ്ത് തീർത്തിരിക്കാം.
എടാ നിക്കടാ, നിക്കാനാ പറഞ്ഞത്. എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല. എന്തുവാണ് ഇത്? ആദ്യം ഒരു സ്ഥലത്തായിരുന്നിലേക്ക് ഇപ്പൊ എല്ലായിടത്തിലേക്ക് ആയല്ലോ. ആഹാ തുടങ്ങിയല്ലോ എന്റെ ഫേവറേറ്റ് പ്രോഗ്രാം. എന്തായാലും ഇതിരുന്ന് കാണാം. മുത്തശ്ശി അത് ടേബിളാണ്. മുത്തശ്ശി ഇവിടെ ഇരിക്ക. ആകെ ക്ഷീണിച്ചു, കുറച്ച് വെള്ളം കുടിച്ചേക്കാം. വേണ്ട, അത് എണ്ണയാണ്. എണ്ണയാണോ ഇത്? ആരാടാ ഈ ഗ്ലാസ്സിൽ ഇവിടെ എണ്ണ ഒഴിച്ചു വെച്ചത്? അതേ സർദാറെ, ആരാ ഇതിൽ എണ്ണ ഒഴിച്ചു വെച്ചത്? അത് വേറൊന്നുമല്ല, കുപ്പി പൊട്ടിയതുകൊണ്ടേ എണ്ണയൊക്കെ താഴെ വീണു. അതിനടുത്ത് ഗ്ലാസ്. ഓ ഈ തല തെറിച്ച പിള്ളേരൊന്നും മര്യാദക്ക് ചെയ്യില്ലല്ലോ.